ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ് നോക്കാം. ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കുറേ ടേംസിൻ്റെ കളക്ഷനാണ്. ടേംസിൻ്റെ കളക്ഷൻ. ഈ ടേംസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് വേരിയബിൾ ടേം, രണ്ടാമത്തത് കോൺസ്റ്റൻ്റ് ടേം. ഈ വേരിയബിൾ ടേം തന്നെ പിന്നെയും ഉണ്ട്. അതിനകത്ത് തന്നെ ലൈക്ക് ടേംസും ഉണ്ട്, അൺലൈക്ക് ടേംസും ഉണ്ട്. ഈ ലൈക്ക് ടേംസ് തമ്മിൽ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പോസിബിളാണ്. എന്നാൽ അൺലൈക്ക് ടേംസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ മാത്രമേ ഉള്ളൂ എന്താവുന്നത് പോസിബിളാവുന്നത്. അഡീഷനും സബ്ട്രാക്ഷനും പോസിബിൾ അല്ല ചില സാഹചര്യങ്ങളിൽ. ഓക്കെ, എന്താണെന്ന് മനസ്സിലാവും പറയുമ്പോൾ. അപ്പോൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിനകത്ത് ടേംസ് ഉണ്ട്. ആ ടേംസ് രണ്ട് തരത്തിലാണുള്ളത്. വേരിയബിൾ ടേംസും ഉണ്ട്, കോൺസ്റ്റൻ്റ് ടേംസും ഉണ്ട്. അതേപോലെ തന്നെ വേരിയബിൾ ടേംസിനെ നമുക്ക് വീണ്ടും ലൈക്ക് ടേംസ് എന്നും അൺലൈക്ക് ടേംസ് എന്നും രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, കോൺസ്റ്റൻ്റ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പ്രഷനിൽ വരുന്ന നമ്പേഴ്സാണ്. ഓക്കെ, കൂടുതൽ നമ്പേഴ്സ് ആയിരിക്കും. ഈ വേരിയബിൾ ടേം എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ പറയാം 2x. ഓക്കെ, 2x എന്ന് പറയുന്ന ഒരു വേരിയബിൾ ടേമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഈ ഒരു ടേമിൻ്റെ വില മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സിന് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ 2x എന്നുള്ളത് 2 × 1 2 ആണ്. എക്സിന് 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2x എന്നുള്ളത് 2 × 2 4 വരും. ഇതുപോലെ നമ്മൾ എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ ഒരു ടേമിൻ്റെ ടോട്ടൽ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മളതിനെ വേരിയബിൾ ടേം എന്ന് പറയുന്നത്. വേരി ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഞാൻ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതി കാണിക്കാം. ഇപ്പോൾ 2x + 3 ഇതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. എന്തോ ആയിക്കോട്ടെ, ഇതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. ഇതിനകത്ത് ഞാൻ എക്സിന് പകരം എന്ത് കൊടുക്കുകയാണ്, 1 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, 2 × 1 + 3. ഓക്കെ, അപ്പോൾ ഇവിടെ 2x എന്നുള്ളത് 2 × 1 ആയിട്ട് മാറി. എന്നാൽ 3 ആരായിട്ട് തന്നെ നിൽക്കുകയാണ്, 3 ആയിട്ട് തന്നെ നിൽക്കുകയാണ്. 2 × 1 2, 2 + 3 എത്ര വരും, 5. ഓക്കെ, ഈ 2x + 3ക്കകത്ത് നമ്മൾ എക്സിന് പകരം 2 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സിന് പകരം 2 കൊടുക്കും. അപ്പോൾ 2 × 2 + 3, 2 × 2 4, 4 + 3 ആൻസർ എത്ര വരും, 7. മനസ്സിലായില്ലേ? ഇപ്പോഴും നിങ്ങൾ നോക്കാം, 3 എന്തായിട്ട് തന്നെ നിൽക്കുകയാണ്, 3 ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ 2x എന്നുള്ളത് എന്തായിട്ട് മാറി, ഇവിടെ 4. നേരത്തെ 2x എന്നുള്ളത് 2 ആയിട്ട് മാറി, ഇവിടെ 2x എന്നുള്ളത് 4 ആയിട്ട് മാറി. നമ്മൾ എക്സിന് 3 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. 2x + 3ക്കകത്ത് എക്സിന് നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, 2 × 3 + 3. ഇവിടെയും 3 ആയിട്ട് നിൽക്കുകയാണ്. 2x എന്നുള്ളത് എന്തായിട്ട് മാറുമെന്ന് അറിയാം, 6 ആയിട്ട് മാറും. അപ്പോൾ 6 + 3 എത്ര, ആൻസർ 9. ഓക്കെ, ഈ മൂന്നെടുത്തും 6 മാത്രം മാറിയില്ല, 3 മാത്രം മാറിയില്ല. എന്നാൽ 2xൻ്റെ വാല്യൂ എക്സിന് 1 കൊടുത്തപ്പോൾ, എക്സിന് 2 കൊടുത്തപ്പോൾ, എക്സിന് 3 കൊടുത്തപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, മാറിക്കൊണ്ടിരുന്നു. അതാണ് വേരിയബിളും കോൺസ്റ്റൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഓരോ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് എന്താണോ മാറുന്നത് അത് വേരിയബിൾ ടേമും, എന്താണോ മാറാത്തത് അത് കോൺസ്റ്റൻറ്റ് ടേമുമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ് ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുന്നു 2x + 5. ഇവിടെ വേറെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുന്നു 3x + 7. ഓക്കെ, ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഇതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് എ എന്ന് വിചാരിക്കുക, ഇതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ് എയും ബിയും കൂടെ ഒന്ന് കൂട്ടി കാണിക്കാൻ. ഓക്കെ, അപ്പോൾ 2x + 5ൻ്റെ കൂടെ 3x + 7 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2xനെയും 3xനെയും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. കാര്യം അവർ രണ്ടുപേരും x എന്ന വേരിയബിളുള്ള ടേമുകളാണ്. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2x + 3x + 5 + 7. ഓക്കെ, ഇവർ തമ്മിൽ ആഡ് ചെയ്യാം. ഇവർ കോൺസ്റ്റൻറ്റ് ടേംസാണ്, ഇവർ വേരിയബിൾ ടേംസിലെ ലൈക്ക് ടേംസാണ്. ഒരേ സ്വഭാവമുള്ളവരാ, രണ്ടുപേരും എക്സിൻ്റെ ആൾക്കാരാ അല്ലേ. ഇപ്പോൾ 2x ഉം 3x കൂടെ ആഡ് ചെയ്താൽ എത്ര x എന്ന് കിട്ടും, 5x എന്ന് കിട്ടും. 5 7 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് എന്താണ്, ലൈക്ക് ടേമുകളെ ആഡ് ചെയ്തു, ഒരേ സ്വഭാവമുള്ളവരെ ആഡ് ചെയ്തു. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഞാൻ ഇവിടെ വേറൊരു എയും ബിയും രണ്ടെണ്ണം തരുകയാണ്. അപ്പോൾ നോക്കാം നമുക്ക് 5x + 3y + 2, അതേപോലെ തന്നെ 7x - 7y - 8. ഓക്കെ, ഞാൻ പറയുകയാണ് ഇവർ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കാം, എയും ബിയും കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എയും ബിയും കൂടെ ആഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ 5x +
3y + 2 എന്ന് എഴുതിയിട്ട് പ്ലസ് ഇട്ടിട്ട് 7x - 7y - 8 എന്ന് എഴുതും. ശരിയല്ലേ? ഒരേ സ്വഭാവമുള്ളവരെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതായത് ഇവ രണ്ടുപേരെ ആഡ് ചെയ്യാം നമുക്ക്. ആരെയൊക്കെ? 5x + 7x പ്ലസ് ഇവ രണ്ടുപേരെ ആഡ് ചെയ്യാം. 3y -7y. അപ്പോൾ 3y - 7y. പിന്നെ ആര്? +2 - 8 +2 - 8 പറക്കി അങ്ങ് എഴുതിയാൽ മതി. എന്നിട്ട് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 5x-ഉം 7x-ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12x. ഓക്കെ. പ്ലസ് 3y - 7y. അപ്പോൾ +3 - 7 ഇതിൻ്റെ റിസൾട്ട് -4 ആണ്. അറിയാമല്ലോ, ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വാല്യൂവിനകത്ത് വലുതാരാണോ അയാളുടെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ 7ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 4 വലുതിൻ്റെ സൈനായിട്ട് വരുന്നത്. വലുതിൻ്റെ സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് -7 ചെറുതാണ് കേട്ടോ. -7 ചെറുതാണ്. പക്ഷേ നമ്മൾ ഈ നമ്പേഴ്സിനകത്ത് ആരാണ് വലുത്? 7. അതിൻ്റെ ചിഹ്നം എന്താണ്? മൈനസ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. -4. അപ്പോൾ ഇവിടെ -4y. പിന്നെ 12 ഇതാണ്ട് +2 - 8 +2 - 8 -6. ഇതേ കൺസെപ്റ്റാണ് അവിടെയും. +2 - 8 -6 എന്ന് വരും. കണ്ടോ? ഇത് മൈനസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. മൈനസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചെയ്യണം. കാര്യം പ്ലസ് പോലെയല്ല മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ. അതായത് 5x + 3y + 2 മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ രണ്ടും ബ്രാക്കറ്റിൽ ഇടാം കേട്ടോ. ബ്രാക്കറ്റ് ഇട്ട് മാത്രമേ രണ്ടാമത്തത് എന്തായാലും എഴുതാവുള്ളൂ, അല്ലെങ്കിൽ എന്തായാലും തെറ്റും. 7x - 7y - 8. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഈ പ്ലസ് അകത്തോട്ട് കയറുന്നത് പോലെയല്ല. ഇവിടെ പ്ലസ് നമ്മൾ ബ്രാക്കറ്റിന് കാര്യമില്ല. പ്ലസ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും അകത്തിറക്കുന്ന ടേംസിന് വരാൻ പോകുന്നില്ല. പക്ഷേ മൈനസ് അങ്ങനെയല്ല. മൈനസ് അകത്തോട്ട് കയറുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ഈ മൈനസ് കൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കുന്നു? ഈ മൈനസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു -1 ആണ് കേട്ടോ. ഈ -1 കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെയാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത്. പക്ഷേ നമ്മളങ്ങനെ ഓർക്കണ്ട. ഒരു മൈനസ് കൊണ്ട് മൈനസ് അകത്തേക്ക് കയറുന്നു, അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്തേക്ക് മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ മൈനസ് അകത്തേക്ക്, ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് ഒരു മൈനസ് അകത്തേക്ക് കയറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തെ നെഗറ്റീവ് ടേംസ് എല്ലാം എന്താവും? പോസിറ്റീവ് ടേംസ് ആവും. പോസിറ്റീവ് ടേംസ് എല്ലാം എന്താവും? നെഗറ്റീവ് ടേംസ് ആവും. ഇത് ഓർത്ത് വെച്ചേക്കുക. നെഗറ്റീവ് ടേംസ് പോസിറ്റീവ് ടേംസും, പോസിറ്റീവ് ടേംസ് എല്ലാം എന്തും ആവും? നെഗറ്റീവ് ടേംസും ആവും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ ഈ ഫസ്റ്റ് ആൾക്ക് ഒരു മാറ്റമില്ല. അയാൾ അതുപോലെ എഴുതുക. 5x + 3y + 2 ഇതകത്തോട്ട് കയറുമ്പോൾ -7x. കണ്ടോ? ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇയാൾ പോസിറ്റീവാണ്. അത് നമ്മൾ നോക്കണം. ബ്രാക്കറ്റിനുള്ളിൽ അയാളുടെ ഫ്രണ്ടിൽ സൈനൊന്നുമില്ല, അയാൾ പോസിറ്റീവാണ്. മൈനസ് ഇറക്കുന്നത് ബ്രാക്കറ്റിൻ്റെ പുറത്താണ്. അത് ചോദിച്ചുള്ളത് 7xൻ്റെ ഫ്രണ്ടിൽ മൈനസ് ഇടപ്പില്ല, അപ്പോൾ അയാൾ നെഗറ്റീവ് അല്ലേ? നല്ല 7xൻ്റെ ഫ്രണ്ടിൽ ബ്രാക്കറ്റിനുള്ളിൽ ഒരു സൈനും ഇല്ല. സോ അയാൾ ആരാണ്? പോസിറ്റീവാണ്. ഈ മൈനസ് ഇതിനകത്തേക്ക് കയറുമ്പോൾ ഈ പോസിറ്റീവ് 7xനെ എന്താക്കുകയാണ് ചെയ്യുന്നത്? നെഗറ്റീവ് 7x ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ y എഴുതിയിട്ടില്ലായിരുന്നു, ഞാൻ ഇപ്പോൾ y എഴുതി. മൈനസ് അകത്തേക്ക് കയറി ഇയാളെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും? അയാൾ +7y ആവും. അതേപോലെ തന്നെ മൈനസ് ഇവിടെ എന്താവും? +8 ആവും. ഇനി ലൈക്ക് ടേംസിനെ അടുപ്പിച്ച് എഴുതാം. ആരൊക്കെ ലൈക്ക് ടേംസ്? 5xും -7xും ലൈക്ക് ടേംസാണ്. +3yയും +7yയും ലൈക്ക് ടേംസാണ്. +2ഉം +8ഉം ലൈക്ക് ടേംസാണ്. അപ്പോൾ 5x - 7x - 2x. ഓക്കെ. +10y +10. ഓക്കെ. ഇതാണ് മൈനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്ന സംഭവം തീർന്നു. ക്വാഡ്രാറ്റിക്കിൻ്റെ ഇൻട്രഡക്ഷൻ അവിടെ തീർന്നു. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇവർ കൊടുത്തിട്ടുള്ള ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാം. ഇവർ ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ലേ, അത് ഓരോന്നായിട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. 7x - 3 - 5x + 9. ഓക്കെ. ലൈക്ക് ടേംസിന് അടുത്ത് എഴുതാം. 7x - 5x പിന്നീട് -3 + 9. ശരിയല്ലേ? 7x - 5x 2x -3 + 9 + 6. ഓക്കെ. ഇതാണ് അതിൻ്റെ ആൻസർ. ഒന്നാമത്തെ ചോദ്യം എന്നുള്ള ചോദ്യം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു. സിമ്പിളല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ. 11 - 2x + 8y - 5 - x - 3y. ലൈക്ക് ടേംസിന് അടുത്തടുത്ത് എഴുതാം. ഓക്കെ. എക്സിൻ്റെ ടേമുകൾ ആദ്യം എഴുതാം. -2x - x + 8y - 3y + 11 - 5. ഓക്കെ. -2x - x - 3x + 8y - 3y + 5y + 11 - 5 + 6. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. -3x + 5y + 6. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9x² - 4x - 1 - 2x² - x + 6. ഓക്കെ. ഒരേ സ്വഭാവമുള്ളവർ ഒരുമിച്ച് എഴുതാം.
ഓക്കെ. 9x² മൈനസ് 2x² മൈനസ് 4x മൈനസ് എക്സ് മൈനസ് 1 + 6. ഓക്കെ. 9x² മൈനസ് 2x², ലൈക്ക് ടേംസ് ആണല്ലോ, ഒരേ സ്വഭാവമുള്ളവർ. ഓക്കെ. 9x² നിന്ന് 2x² കൊടുത്താൽ എത്രയാണ്? 7x² മൈനസ് 4x മൈനസ് എക്സ്. മൈനസ് എക്സ് എന്ന് എഴുതുമ്പോൾ മൈനസ് 1x പോലെയാണെന്ന് ഓർക്കുക. ഓക്കെ, അത് മൈനസ് 1x ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? മൈനസ് 4x മൈനസ് എക്സ് മൈനസ് 5x മൈനസ് 1 + 6 + 5. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 7x² മൈനസ് 5x + 5. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇതൊന്ന് ചെയ്തു നോക്കണമെങ്കിൽ ചെയ്തു നോക്കാം. ഇത് മായ്ച്ചിട്ട് ബാക്കിയുള്ളത് പറയാൻ പോവുകയാണ്. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഡി ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? 4x² മൈനസ് 5xy പ്ലസ് y² മൈനസ് 2xy പ്ലസ് x² മൈനസ് 3y². ഓക്കെ, ഒരേ സ്വഭാവമുള്ളവരെ ഒരുമിച്ച് എഴുതാം. 4x² അടുത്തേക്ക് പ്ലസ് x² എഴുതാം, പ്ലസ് y² അടുത്തേക്ക് മൈനസ് 3y² എഴുതാം, മൈനസ് 5xy അടുത്തേക്ക് മൈനസ് 2xy എഴുതാം. 4x² x² 5x² പ്ലസ് y² മൈനസ് 3y² മൈനസ് 2y² മൈനസ് 5xy മൈനസ് 2xy മൈനസ് 7xy. ഓക്കെ, ആ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഡി എന്നുള്ള ആൻസർ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ആൻസർ 5x² മൈനസ് 2x² മൈനസ് 7xy. അടുത്ത ചോദ്യമാണ്. അടുത്തത് ഇനി എക്സ്പാൻഡ് ചെയ്ത് എന്ത് ചെയ്യാനാണ്? സിംപ്ലിഫൈ ചെയ്യാനാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പ്ലസ് കൊണ്ട് ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അല്ലെന്നുണ്ടെങ്കിൽ മൈനസ് ആണെങ്കിൽ മൈനസ് കൊണ്ട് ചെയ്ത് എഴുതണം. അത്രയേ ഉള്ളൂ. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 5x മൈനസ് 4 പ്ലസ് 3x പ്ലസ് 7. ഓക്കെ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാവരെയും നേരത്തെ അങ്ങ് എഴുതാം. അവരവർ സൈൻ ഇട്ടങ്ങ് എഴുതിയാൽ മതി. പ്ലസ് ഒരു പ്രശ്നക്കാരനേ അല്ല. പ്ലസ് 3x പ്ലസ് 7. ഓക്കെ, ഒരേ സ്വഭാവമുള്ള ഒരുമിച്ച് എഴുതിയാൽ 5x പ്ലസ് 3x മൈനസ് 4 പ്ലസ് 7. അപ്പോൾ 8x ഇത് ചെയ്യുമ്പോൾ പ്ലസ് 3 എന്ന് കിട്ടും. അപ്പോൾ 8x പ്ലസ് 3 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നമ്മളത് സോൾവ് ചെയ്തു. അടുത്ത പ്രോബ്ലം വരുന്നത് അതാണ്ട് എങ്ങനെയാണ്? 2x മൈനസ് 6y പ്ലസ് 5 ഒരു ബ്രാക്കറ്റിൽ. ഓക്കെ, പ്ലസ് അതൊരു എക്സ്പ്രഷനാണ്. 7y മൈനസ് 5x മൈനസ് 2 അത് മറ്റൊരു ബ്രാക്കറ്റിൽ. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതിനിടയിൽ എന്താണ് ചിഹ്നം? പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് ഒരു പ്രശ്നക്കാരനാണോ? അല്ല. എങ്ങനെ ചെയ്യാം? 2x മൈനസ് 6y പ്ലസ് 5 പ്ലസ് 7y മൈനസ് 5x മൈനസ് 2. ഓക്കെ, 2x മൈനസ് 5x മൈനസ് 6y പ്ലസ് 7y പ്ലസ് 5 മൈനസ് 2. ഓക്കെ, 2x മൈനസ് 5x മൈനസ് 3x മൈനസ് 6y പ്ലസ് 7y പ്ലസ് 1y ആണ് y എന്ന് എഴുതിയാലും മതി. ഓക്കെ, പ്ലസ് 5 മൈനസ് 2 3. അപ്പോൾ എന്താ ആൻസർ? മൈനസ് 3x പ്ലസ് 1y പ്ലസ് 3. അതിനെ വേണമെങ്കിൽ നമുക്ക് 1yനെ y ആയിട്ട് എഴുതാം. മൈനസ് 3x പ്ലസ് y പ്ലസ് 3 എന്നും എഴുതാം. അതാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഓക്കെ, ഇത് എഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് എഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജി നമുക്ക് നോക്കാം. 6x മൈനസ് 3 മൈനസ് 4x മൈനസ് 9. ഞാൻ നേരത്തെ പറഞ്ഞു മൈനസ് ഒരു പ്രശ്നക്കാരനാണ്. മൈനസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ശ്രദ്ധിക്കണം. 6x മൈനസ് 3 മൈനസ് അകത്തേക്ക് കയറുമ്പോൾ മൈനസ് 4x, ഈ മൈനസ് അകത്തേക്ക് കയറുമ്പോൾ ഇയാളാരാവും? പ്ലസ് 9 ആവും. ശ്രദ്ധിച്ചല്ലോ, ഈ മൈനസ് അകത്തോട്ട് കയറിയപ്പോൾ പ്ലസ് 4x മൈനസ് 4x ആയി. ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിനുള്ളിൽ 4xൻ്റെ ചിഹ്നം പ്ലസ് ആയിരുന്നു, അത് മൈനസ് 4x ആയി. മൈനസ് എന്തായി? പ്ലസ് 9 ആയി. ഓക്കെ, ഇനി ഒരേ സ്വഭാവമുള്ളവരെ ഒരുമിച്ച് എഴുതാം. 6x മൈനസ് 4x മൈനസ് 3 പ്ലസ് 9. 6x മൈനസ് 4x എന്താണ്? 2x. മൈനസ് 3 പ്ലസ് 9 എന്താണ്? പ്ലസ് 6. ഓക്കെ, അപ്പോൾ 2x പ്ലസ് 6 എന്ന് കിട്ടി. ഇതാണ് ജി ക്വസ്റ്റ്യൻ ആൻസർ. അടുത്തത് ഈ സെക്ഷനിലെ ഒരു വലിയ ക്വസ്റ്റ്യനാണ്, അതും മൈനസ് വരുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കാം. നോക്കിക്കോളൂ. 5x മൈനസ് 7y പ്ലസ് 8 മൈനസ് 10 മൈനസ് 7x മൈനസ് 3y. ഓക്കെ, മൈനസ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് മാത്രമേ
എഴുതാവുള്ളൂ. ഓക്കെ, ബ്രാക്കറ്റ് മാറ്റുകയാണ്. ആദ്യത്തെ ആൾക്ക് പ്രശ്നമൊന്നുമില്ല. 5x മൈനസ് 7y പ്ലസ് 8. രണ്ടാമത്തെ ആൾ -10 പ്ലസ് 7x പ്ലസ് 3y. ഓക്കെ, ഒരേ സ്വഭാവമുള്ളവരെ ഒരുമിച്ച് എഴുതാം. എന്ത് വരും? 5x പ്ലസ് 7x മൈനസ് 7y പ്ലസ് 3y പ്ലസ് 8 മൈനസ് 10. കണ്ടില്ലേ? 5x പ്ലസ് 7y എത്ര വരും? 7x ആയിരുന്നു ഇവിടെ. 7x ആണ് ഇവിടെ, y അല്ല. 12x മൈനസ് 4y മൈനസ് 2. ഓക്കെ, അതങ്ങനെ കിട്ടി. 8 മൈനസ് 10 മൈനസ് 2 ആണ്. മൈനസ് 7y പ്ലസ് 3y മൈനസ് 4y ആണ്. അപ്പോൾ ആൻസർ 12x മൈനസ് 4y മൈനസ് 2 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് എന്തെങ്കിലും ഒന്ന് ഇത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിലോ എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിലോ ഒന്ന് ചെയ്യാം. അപ്പോഴത്തേക്കിന് മായ്ച്ചിട്ട് അടുത്തത് ബാക്കി പറയാം. ഇനിയുള്ള 2 ക്വസ്റ്റ്യനും കൂടി പറയാം. ഓക്കെ, ഇതിനകത്ത് 8th ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. -3x² പ്ലസ് 5x മൈനസ് 7 ഒരു എക്സ്പ്രഷനാണ്. -2x² മൈനസ് 3x മൈനസ് 5 അത് അടുത്തൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഈ മൈനസ് കൊണ്ട് അതോട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? -3x² പ്ലസ് 5x മൈനസ് 7 മൈനസ് 2x² പ്ലസ് 3x പ്ലസ് 5. ഓക്കെ, മൈനസ് അതോട്ട് കയറിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, ഒരേ സ്വഭാവമുള്ളവരെ ഒരുമിച്ച് എഴുതാം. -3x² മൈനസ് 2x² പ്ലസ് 5x പ്ലസ് 3x മൈനസ് 7 പ്ലസ് 5. ഇനി നമുക്ക് ലൈക്ക് ടേംസിനെ ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, -5x² പ്ലസ് 8x മൈനസ് 2 മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും കണക്ക് ചെയ്ത സ്ഥിതിക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. അതും കൂടെ ആകുമ്പോൾ ഈ ഒരു സെക്ഷൻ തീരും. ഓക്കെ, അതെന്താണ്? jth ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2x മൈനസ് 5. ഇവിടെ 3 എക്സ്പ്രഷൻ വരുന്നുണ്ടേ. 8 മൈനസ് 3x മൈനസ് 5x മൈനസ് 9. ഓരോ എക്സ്പ്രഷൻ്റെ ഫ്രണ്ടിലുള്ള സൈൻ മാത്രമേ അതിനെ സ്വാധീനിക്കുകയുള്ളൂ, വേറെ ഒന്നിനും പ്രാധാന്യമില്ല. അപ്പോൾ ആദ്യമേ നമുക്ക് 2x മൈനസ് 5 എന്ന് എഴുതാം. ഈ മൈനസ് അകത്തോട്ട് കയറുമ്പോൾ -8 പ്ലസ് 3x എന്നാവും. ഈ മൈനസ് അകത്തോട്ട് കയറുമ്പോൾ -5x പ്ലസ് 9 എന്നാവും. ഒരേ സ്വഭാവമുള്ളവരെ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താ? 2x പ്ലസ് 3x മൈനസ് 5x മൈനസ് 5 മൈനസ് 8 പ്ലസ് 9. 2x പ്ലസ് 3x എന്താണ്? 5x. അത് ഒരാളും കൂടെ ഉണ്ടല്ലോ അവിടെ, അയാളെയും കൂടെ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓക്കെ. 2x പ്ലസ് 3x എന്ന് പറയുന്നത് 5x. 5x മൈനസ് 5x 0 മൈനസ് -5 -5 മൈനസ് 8 മൈനസ് 13 പ്ലസ് 9 ദാറ്റ് ഈസ് -4 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇതില്ലാതെ ആയിപ്പോയി കണ്ടല്ലോ. ഇത് 3 2 കൂടെ കൂട്ടുമ്പോൾ 5x ആണ്. 5x 5x പോയ 0 -8 -5 -8 -13 -13 പ്ലസ് 9 -4 ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഈ ഒരു സെക്ഷൻ അവസാനിച്ചു. ഇതാണ് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എക്സ്പാൻഷനാണ് നോക്കാനുള്ളത്. എക്സ്പാൻഷൻ ഓക്കെ, സിംപ്ലിഫിക്കേഷൻ പോലെ തന്നെ എക്സ്പാൻഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. സിംപ്ലിഫിക്കേഷൻ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് എക്സ്പാൻഷൻ. ഇവിടെ നോക്കൂ, ഒന്നാമതൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 × 3x മൈനസ് 5. ഓക്കെ, ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് ആരാണ് കിടക്കുന്നത്? 2 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ചിഹ്നമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ 2 ബ്രാക്കറ്റിൽ 3x മൈനസ് 5. ഇപ്പോൾ 2 പ്ലസ് 3x മൈനസ് 5 ആയിരുന്നെങ്കിൽ നമുക്കറിയാം ഇത് പ്ലസ് ചെയ്യാൻ അതിൻ്റെ കൂടെ. പക്ഷേ ഇത് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിച്ചില്ലേ? അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? അല്ല. പിന്നെയോ 2 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് അങ്ങ് ഇട്ടിരിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ 2 × 3x മൈനസ് 5 എന്നാണ്. ഇനി എന്തിനാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ 2 പേരുണ്ട്, ബ്രാക്കറ്റിൻ്റെ പുറത്ത് ഒരാളേ ഉള്ളൂ. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ പുറത്ത് കിടക്കുന്ന ആളെ അകത്ത് കിടക്കുന്ന 2 പേർക്കും കൊടുക്കണം എന്നുള്ളതാണ് റൂൾ. പുറത്ത് കിടക്കുന്ന 2-നെ അകത്ത് ഉള്ള 2 പേർക്കും എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. ഇൻറ്റു ആണ് ചിഹ്നമൊന്നും പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കുക. 2 × 3x മൈനസ് 5 എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ 2-നെ 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കൂ, 2 × 3x. 2 × 3x എന്ന് പറയുമ്പോൾ 2 പേരും പോസിറ്റീവ് ആണല്ലേ. 2ഉം പോസിറ്റീവാണ്, 3xും പോസിറ്റീവാണ്. സോ അവിടെ
ഒരു പോസിറ്റീവ് നമ്പറിനെ മറ്റൊരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2 × 3 6, അപ്പോൾ 2 × 3x 6x. ഓക്കെ, അടുത്തത് പോസിറ്റീവായ 2-നെ നെഗറ്റീവായ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത റൂൾ അറിയണം. ഒരു പോസിറ്റീവ് നമ്പറിനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ 2 × 5 10 ആണെങ്കിലും ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പോൾ അവിടെ ആൻസർ 6x - 10 എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് എഴുതുക, പ്രശ്നമില്ല, കാര്യം പിടികിട്ടി. അടുത്ത ചോദ്യം നോക്കാം. -3 × 4x - 2y + 5. ബ്രാക്കറ്റിനുള്ളിൽ എത്ര പേരുണ്ടെന്ന് നോക്ക്. ബ്രാക്കറ്റിനുള്ളിൽ 3 ആൾക്കാരുണ്ട്. ഈ 3 ആൾക്കാരെയും പുറത്തിടക്കുന്ന -3 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കൂ, എന്താണ്? -3 × 4x - 12x. ഓക്കെ, ഇനി നോക്ക്, ഒരു നെഗറ്റീവ് നമ്പറിനെ വേറൊരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ -3 × -2y + 6y, -3 × +5 -15. ഇത്രയേ ഉള്ളൂ. ഇതാ എക്സ്പാൻഷൻ കഴിഞ്ഞു. അപ്പോൾ എന്താ അവിടെ വരുന്നത്? -12x + 6y - 15. ഓക്കെ, ആ എക്സ്പാൻഷനും കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. x × 3x - 2. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യണം. പുറത്തിറക്കുന്ന എക്സ് കൊണ്ട് അകത്തിറക്കുന്ന രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3x × 3x. ഓർക്കുക, x × x x² ആണ്, x² × x x³ ആണ്. ഓക്കെ, അപ്പോൾ x × 3x 3x³ എന്നെഴുതണം. x × -2 -2x എന്നെഴുതണം. നമ്പർ ആദ്യം എഴുതാവും, എപ്പോഴും വേരിയബിൾ രണ്ടാമതേ എഴുതൂ. അപ്പോൾ എക്സ്, അത് ശ്രദ്ധിക്കുക, x × 2 ആണെങ്കിലും 2 × x ആണെങ്കിലും എഴുതുന്നത് എങ്ങനെയാണ്? 2x. അപ്പോൾ x × -2 ആണെങ്കിലും -2 × x ആണെങ്കിലും എഴുതുന്നത് എങ്ങനെയാണ്? -2x. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൻ്റെ കൂടെ ബേസ് ആയിട്ടുള്ളത് പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തു. അടുത്ത എന്താണ്? 2x × ബ്രാക്കറ്റിൽ 3x - 4. ഓക്കെ, എന്താണ്? ഇവിടെ ക്യൂബല്ല, സ്ക്വയറാണ്. x × 3x 3x² ആണ്. സോറി, 3x² ആണ്. നോക്കൂ, 2x × ബ്രാക്കറ്റിനകത്ത് 3x - 4. അപ്പോൾ 2x കൊണ്ട് രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 3 6, x × x x². ഇനി 2 × -4 -8x. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 6x² -8x. അപ്പോൾ ഈ ചോദ്യവും നമ്മൾ എന്ത് ചെയ്തു? ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പറയാം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. -3x² × 2x - 5. ഓക്കെ, അപ്പോൾ -3xനെ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -3 × 2 -6, x² × x x³ ഓക്കെ, -3x × -5 -× +3 × 5 15x². ഓക്കെ ആണല്ലോ. -6x³ + 15x². അടുത്ത എന്താ നോക്കാം. 4x ബ്രാക്കറ്റിൽ 3x² - 5x + 7. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 3 12x³ x³ എങ്ങനെ വന്നു? x × x² -4 × 5 20 20 × x × x x² +7 4s are 28x. ഓക്കെ, അപ്പോൾ അവിടെ 12x³ -20x² +28x എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇതാണ് എക്സ്പാൻഷൻ. അപ്പോൾ ഇത്രയും കണക്കുകൾ നമ്മൾ ചെയ്തു. ഇപ്പോൾ എക്സ്പാൻഷന് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ പഠിച്ചു, എക്സ്പാൻഷനും പഠിച്ചു. ഇനി ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് മുമ്പിലുണ്ട്. അതാണ് എക്സ്പാൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ആ ക്വസ്റ്റ്യനാണ് എക്സ്പാൻഷൻ പ്ലസ് സിംപ്ലിഫിക്കേഷൻ, രണ്ടും കൂടെ വരുന്ന ഒരു സംഭവം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എക്സ്പാൻഡ് ആൻഡ് സിംപ്ലിഫൈ. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യമാണ് 3 × 2x + 6 + 2 × 4x - 5. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യണം, സിംപ്ലിഫൈയും ചെയ്യണം. എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് 3 കൊണ്ട് ഇവർ രണ്ടുപേരെയും ഗുണിക്കാം, +2 കൊണ്ട് ഇവർ രണ്ടുപേരെയും ഗുണിക്കാം. ഓക്കെ, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 3 × 2x 6x, 3 × 6 18, +2 × 4x + 8x, +2 × 5 -5, +2 × -5 -10. ലൈക്ക് ടേംസ് അടുപ്പിച്ച് എഴുതാം. 6x + 8x + 18 - 10. 6x 8x കൂടെ ആഡ് ചെയ്യുമ്പോൾ 14x എന്ന് വരും. ഓക്കെ, +18 - 10 എന്ന് പറയുന്നത് +8 ആണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയത് എന്താണ്?
14x + 8 ഒരു ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. 5 × 3 - 2x ഓക്കെ പ്ലസ് 4 × 2x - 7. ഓക്കെ, നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഈ 5 കൊണ്ട് ഇവർ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ 4 കൊണ്ട് ഇവർ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? 5 3s are 15. 5 × -2x - 10x plus 4 × 2x plus 8x plus 4 × -7 minus 28. ലൈക്ക് ടേംസ് അടുത്തടുത്ത് എഴുതാം. -10x പ്ലസ് 8x അടുപ്പിച്ച് എഴുതാം, പ്ലസ് 15 -28 അടുത്തടുത്ത് എഴുതാം. ഓക്കെ, -10x പ്ലസ് 8x എന്ന് പറയുന്നത് എന്താണ്? -2x ആണ്. പ്ലസ് 15 -28 -13 ആണ്. നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എന്താണ്? -2x -2x -13. ഓക്കെ, അപ്പോൾ ബി ക്വസ്റ്റ്യനും ചെയ്തു. നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് സി ക്വസ്റ്റ്യൻ നോക്കാം. 4 × x² - 3x - 5 -2 × 2x² - 5x - 1. ഈ 4 കൊണ്ട് നമ്മൾ ഇവരെ 3 വരെ മൾട്ടിപ്ലൈ ആണ്. ഈ -2 കൊണ്ട് ഇവരെ 3 വരെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? 4 × x² 4x² -4 × 3x 12x -20 -2 × 2x -4x² -2 × -5 plus 10x -× plus 2 × 1 2. ഓക്കെ, ലൈക്ക് ടേംസ് അടുത്തടുത്ത് എഴുതാം. 4x² ഓക്കെ -4x² -12x plus 10x -20 plus 2. ഇപ്പോൾ പ്ലസ് 4x -4x 0 ആയിപ്പോയി. -12x plus 10x -2x -20 plus 2 -18. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ നമ്മളതും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യനാണ് ഡി ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. -3 × 4x² -2x plus 3 -2 × 9 4x -3x². ഓക്കെ, അപ്പോൾ ഈ -3 കൊണ്ട് ഇവരെ 3 വരെ എക്സ്പാൻഡ് ചെയ്യണം, -2 കൊണ്ട് ഇവരെ 3 വരെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? -12x² plus 6x - 9 -18 plus 8x plus 6x². ഓക്കെ, ഇതാണ് എന്ത് ഇതുവരെയുള്ള എക്സ്പാൻഷൻ. ഇനി നമുക്ക് ലൈക്ക് ടേംസിന് അടുത്തടുത്ത് എഴുതാനുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ലൈക്ക് ടേംസ്? -12x² plus 6x² plus 6x plus 8x -9 -18. ഓക്കെ, എന്ത് വരും? ഇവിടെ -6x² എന്ന് വരും അല്ലേ. ഇവിടെ പ്ലസ് 14x എന്ന് വരും. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 18ഉം 9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ -27 എന്ന് കിട്ടും അല്ലേ, ശരിയല്ലേ? അതെ, -27 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷനുമായി ഈ ക്വസ്റ്റ്യനെ എക്സ്പാൻഡ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനെ എക്സ്പാൻഡ് ചെയ്തു. അടുത്ത ചോദ്യം ഇതാണ്. ഈ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നോക്കാം, ഈ എഴുതാം. ഈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ട് താഴോട്ട് പോയി ചെയ്യാം. ഓക്കെ, x × 2x - 5 plus 2x × 3x plus 2. ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. x ഇത് വേണം മൾട്ടിപ്ലൈ ആണ്. 2xനെയാണ് അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ x × 2x 2x² minus 5x plus 2x 6x² plus 4x. ലൈക്ക് ടേംസ് അടുത്ത് എഴുതാം. 2x² plus 6x² minus 5x plus 4x. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8x² minus 1x. അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 8x² minus x എന്ന് എഴുതാം. 1x എന്ന് എഴുതണ്ട, x എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതാണ് കുറച്ചും കൂടി ബെറ്റർ. ഇനി അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, എഫ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചെയ്തു എഫ് ചെയ്യാം. 2x × 5x - 4 minus 3x × 2x - 7. ഓക്കെ, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇതിനകത്തേക്ക് കയറ്റി എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, പറ. 2x × 5x 10x². 2x × -4 -8x -3x × 2x -6x². ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്.
മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 21x. ലൈക്ക് ടേംസ് അടുത്തടുത്ത് എഴുതാം. ഓക്കെ, 10x² മൈനസ് 6x², ഓക്കെ, മൈനസ് 8x പ്ലസ് എന്താണ് 21x. ഇപ്പോൾ ഈ ഒരു 4xൻ്റെ അല്ല, നമ്മളിപ്പോൾ ചെയ്തെന്താണ് 6xൻ്റെ. ഓക്കെ, 6xൻ്റെ ഒരു ക്വസ്റ്റ്യൻ 2x ഇൻറ്റു 5x മൈനസ് 4 ആണ് ചെയ്തത്. ഓക്കെ ഓക്കെ, ചെയ്യാം. 10x² മൈനസ് 6x² എന്ന് പറയുന്നത് എത്രയാണ്? 4x² മൈനസ് 8x പ്ലസ് 21x എന്ന് പറയുന്നത് പ്ലസ് 13x എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ എഫും നമ്മൾ എന്ത് ചെയ്തു. ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനാണ്, നോക്കോളൂ. 4x ഇൻറ്റു x² വരുന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, 4x ഇൻറ്റു x² മൈനസ് 3x പ്ലസ് 2, അത് ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. 4x ഇൻറ്റു x² മൈനസ് 3x പ്ലസ് 2 പ്ലസ് 3x ഇൻറ്റു 7 മൈനസ് 2x മൈനസ് x², ശരിയല്ലേ? 4x ഇൻറ്റു താഴോട്ട് നോക്കാം. 4x ഇൻറ്റു x² മൈനസ് 3x പ്ലസ് 3x പ്ലസ് 2 പ്ലസ് 3x ഇൻറ്റു 7 മൈനസ് 2x മൈനസ് x². കറക്റ്റാണ്, ചെയ്താൽ മതി. നമുക്ക് നോക്കാം. ഓരോന്നും അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ആവുകയാണ്. ഓക്കെ, 4x ഇൻറ്റു x² 4x³ മൈനസ് 12x² പ്ലസ് 8x പ്ലസ് 21x മൈനസ് 6x² മൈനസ് 3x³ ഒരുമിച്ച് എഴുതാം. 4x³ മൈനസ് 3x³ മൈനസ് 12x² മൈനസ് 6x² പ്ലസ് 8x പ്ലസ് 21x. ഓക്കെ, അപ്പോൾ ഇവിടെ 4x³ നിന്ന് 3x³ പോയാൽ ഒരു x³ ഞാൻ x³ എന്നേ എഴുതുന്നുള്ളൂ, വേണമെങ്കിൽ ഒരു x³ എന്ന് എഴുതാം. മൈനസ് 12x മൈനസ് 6x മൈനസ് 18x² മൈനസ് 12x² മൈനസ് 6x² മൈനസ് 18x² പ്ലസ് 8x പ്ലസ് 21x പ്ലസ് 29x. ഓക്കെ, അപ്പോൾ ആൻസറും ആയി. ഇവിടെ നമ്മൾ ഇതെല്ലാം ചെയ്തു, എഫ് വരെ ചെയ്തു. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് ഞാൻ ഇവിടെ എഴുതിയിടാം, അതും കൂടി ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, 5x ഇൻറ്റു 3x² മൈനസ് 4x മൈനസ് 3 മൈനസ് 4x ഇൻറ്റു 2x² മൈനസ് 7x പ്ലസ് 7x പ്ലസ് അല്ല 7x മൈനസ് 6. ഓക്കെ, ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനാണ്, നമുക്ക് ചെയ്യാനുള്ളത്. അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. 15 അല്ലേ, x³ മൈനസ് 20x² മൈനസ് 15x സെറ്റ്, അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാം. മൈനസ് 8x³ പ്ലസ് 28x പ്ലസ് 24x. ഓക്കെ, ലൈക്ക് ടേംസിനെ അടുത്തടുത്ത് എഴുതാം. 24x ഇവിടെ 28x² എഴുതിയില്ലേ? അപ്പോൾ ശരിയായി. ലൈക്ക് ടേംസിനെ ഒരുമിച്ച് എഴുതാം. പറ. 15x³ മൈനസ് 8x³ മൈനസ് 20x² പ്ലസ് 28x² മൈനസ് 15x പ്ലസ് 24x. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 7x³ ഇവിടെ ചെയ്യുമ്പോൾ പ്ലസ് 8x² ഇവിടെ ചെയ്യുമ്പോൾ പ്ലസ് 9 അല്ലേ, 9x. കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തു. ഇത്രയാണ് ആ ഒരു ടോപ്പിക്ക്. ഏതാണ് ഇത്? സിംപ്ലിഫിക്കേഷൻ നമ്മൾ ആദ്യം പഠിച്ചു, എക്സ്പാൻഷൻ പഠിച്ചു, പിന്നെ നമ്മൾ എക്സ്പാൻഷൻ പ്ലസ് സിംപ്ലിഫിക്കേഷൻ പഠിച്ചു. ഓക്കെ.